ഇന്നലെ ആൻസർ കീ വന്ന് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ചിലർ മാർക്ക് ഓൾറെഡി കൂട്ടി നോക്കി കാണും, കൂട്ടാത്തവരും കാണും. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കൂട്ടി നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂട്ടി നോക്കിയിട്ട് മാർക്ക് ടോട്ടൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വീഡിയോസ് പലയിടത്തും കട്ട് ഓഫ് കാണുമല്ലോ, 630, 40, 50 എന്ന് പല വീഡിയോസിൽ പല കട്ട് ഓഫ് പറയുന്നുണ്ട്. ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടോ നിങ്ങൾ ഓൾറെഡി നോക്കണം. ആ റേഞ്ചിലേക്ക് മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്യണം, സമയം കളയാനില്ല. റിസൾട്ട് വന്നിട്ട് ഇനി ബാക്കി പരിപാടികൾ പ്ലാൻ ചെയ്യുന്നു എന്ന് കരുതി വെക്കരുത് മക്കളെ. ആൻസർ കീ ഉണ്ടെങ്കിൽ കൂട്ടി നോക്കുക. മാർക്ക് എന്തായാലും റിസൾട്ട് വരുമ്പോൾ നമ്മൾ ടെൻഷൻ അനുഭവിക്കണ്ടേ, കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും. ഇപ്പോഴേ കൂട്ടി നിങ്ങൾ അങ്ങ് സമാധാനിക്കുക. ആ സമയത്തേക്ക് സമാധാനിക്കാൻ 1 മാസം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോഴേ കൂട്ടി വെച്ചാൽ മാർക്ക് കൂട്ടി വെച്ചാലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ തുടർന്നുള്ള കാര്യങ്ങൾ വേഗം പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ റിസൾട്ട് കഴിഞ്ഞിട്ട് വേണം പ്ലാൻ ചെയ്യേണ്ടി വരിക. ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്നതൊക്കെ നമുക്ക് ഒരുപാട് മാർക്ക് കൂട്ടിവെച്ചവരുണ്ടായിരിക്കുമല്ലോ. ആ കൂട്ടിവെച്ചവർക്ക് ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ് വരാൻ ചാൻസ് ഉള്ളത്, കേരള റാങ്ക് എത്രയാണ് വരാൻ ചാൻസ് ഉള്ളത്, ആ കേരള റാങ്ക് വെച്ച് ഏതൊക്കെ കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് ഓർ ഗവൺമെൻറ് MBBSനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. അതേപോലെ BDS ഉണ്ട്, BAMS ഉണ്ട്, BVSC ഉണ്ട്, BHMS ഉണ്ട്, BSMS ഉണ്ട്, BUMSM ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്. ഈ കോഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നമ്മുടെ ഇപ്പോൾ മെയിൻ MBBS ആണല്ലോ. മക്കളെ വരികയാണെങ്കിൽ മാർക്ക് വെച്ച് നമുക്ക് റാങ്ക് ഒന്ന് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ ഓൾ ഇന്ത്യ റാങ്ക് പറയും, പിന്നെ നമുക്ക് കേരള റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യാം. എല്ലാം ഇത് അക്യുറേറ്റ് അല്ല, വ്യത്യാസങ്ങൾ വരാം. നമ്മൾ നോർമലി ഏകദേശം ഒരു രൂപേണ ഒരു സാധനമാണ് പറയണം കേട്ടോ മക്കളെ, അക്യുറേറ്റ് അല്ല. അതിനു മുമ്പ് എനിക്കിന്ന് പേപ്പറിനെ വിലയിരുത്തണം. കട്ട് ഓഫിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നില്ല, കാരണം കുറേ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ ആയിട്ടൊരു കട്ട് ഓഫ് ഒന്നുമില്ല, ഞാൻ വേഗം ഇതിൽ തന്നെ അങ്ങ് പറഞ്ഞു പോകണം കട്ട് ഓഫ് എന്താണെന്ന് വെച്ചാൽ. മക്കളെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എടുത്താൽ അതിനകത്ത് വെരി ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോഡറേറ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇത് നെറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റയാണ് കേട്ടോ മക്കളെ. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞൊരു ഭാഗമേ ഇല്ല. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരാത്ത ഒരു എക്സാമാണ് 2026 എക്സാം എന്ന് പറഞ്ഞാൽ. ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ടഫ്, വെരി ഹോട്ട്, ഹൈ ലെവൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ് അതൊന്നും വരാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നീറ്റ് 2026 വെരി ഈസി, ഈസി, മോഡറേറ്റ്, ഈ ഒരു 3 കാറ്റഗറി എടുത്തിരിക്കാം. ബയോളജിയിൽ 40 വെരി ഈസി, കെമിസ്ട്രിയിൽ 7, ഫിസിക്സിൽ 5. വെരി ഈസി ഇത്ര എണ്ണം ഉണ്ട്, 47, 5, 52 ക്വസ്റ്റ്യൻസ് വെരി ഈസിയാണ്. ഈസിയിൽ ബയോളജിയിൽ 30, കെമിസ്ട്രിയിൽ 30, ഫിസിക്സിൽ 28, മോഡറേറ്റിൽ 20, 8, 12. ഇങ്ങനെയാണ് ഓരോന്നിൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെയും വെരി ഈസി, ഈസി, മോഡറേറ്റിനെ കണക്കെന്ന് പറഞ്ഞാൽ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത ഒരാളെ നോക്ക്, അല്ലെ റിപ്പീറ്റ് ചെയ്ത ഒരാളെ നോക്ക്, അവരെന്തായാലും വെരി ഈസിയും ഈസിയും ഇത് രണ്ടുകൂടെ ചേർത്താൽ ഏകദേശം 140 ക്വസ്റ്റ്യൻസ് ഉണ്ട് മക്കളെ. വെരി ഈസിയും ഈസി ഈ 2 കാറ്റഗറി മാത്രം കൂട്ടിയാൽ 140 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കി 40 ക്വസ്റ്റ്യൻസ് ആണ് മോഡറേറ്റിൽ വരിക. മോഡറേറ്റ് അവിടെ നിൽക്കട്ടെ. റിപ്പീറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച്, +2 കഴിഞ്ഞ ഒരാളെ അല്ല, റിപ്പീറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച്, റിപ്പീറ്റും 3 റിപ്പീറ്റും ഒക്കെ ചെയ്ത ആളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ 140 ക്വസ്റ്റ്യൻ അവർ എന്തായാലും എഴുതും. കാരണം അത് വെരി ഈസിയും ഈസിയിലും വരുന്ന ആളല്ലേ. അപ്പം റിപ്പീറ്റ് സംബന്ധിച്ചൊരു റിപ്പീറ്റ് ചെയ്ത നീറ്റിന് വേണ്ടി അത്യാവശ്യം പഠിച്ചൊരു കുട്ടീനെ സംബന്ധിച്ച് വെരി ഈസി, ഈസി ഈ 2 കാറ്റഗറിയിലെ 140 ക്വസ്റ്റ്യൻ അവർ അറ്റൻഡ് ചെയ്യും, ശരിയാക്കും. 140 × 4 എത്ര? 560 മാർക്ക് എന്തായാലും ഒരു അത്യാവശ്യം നീറ്റിന് റിപ്പീറ്റ് ചെയ്ത, നീറ്റിന് വേണ്ടി മെനക്കെട്ട കുട്ടിക്ക് കിട്ടുമെന്ന് ഷുവറാ. 560 മാർക്ക് കിട്ടുമെന്നുള്ളത് ഏകദേശം നമുക്ക് വേണമെങ്കിൽ ഉറപ്പിക്കാം. ഓക്കെ, എല്ലാവർക്കും കിട്ടിക്കോളണമെന്നില്ല കേട്ടോ. പ്രസൻസ് ഓഫ് മൈൻഡിൽ വൃത്തിക്ക് കൺസെപ്റ്റോടെ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇത് രണ്ടും അവർ ഈസി ആയിട്ട് ഈ 2 ഭാഗങ്ങൾ അവർ വേഗം ഫില്ല് ചെയ്യും, എല്ലാം ശരിയാക്കും. 560 മാർക്ക് എന്തായാലും ഉണ്ട്. ഒരിക്കലും നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യരുത് കട്ട് ഓഫ് 560 ആണോ 550 ആണോ. 550 മാർക്കൊക്കെ ഉള്ളവർ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സാർ MBBS കിട്ടുമ്പോൾ ഞാൻ OBC ആണ്, SC SC ഒക്കെ ആണെങ്കിൽ കിട്ടും മക്കളെ. 550 ആണ്, OBC ആണ് കിട്ടുമോ, ഈഴവയാണ് കിട്ടുമോ, ജനറലാണ് കിട്ടുമോ? നെവർ നെവർ നെവർ. കാരണം എന്താ, വെരി ഈസി, ഈസി ഒട്ടുമിക്കവരും ശരിയാക്കും എല്ലാം. അപ്പം എല്ലാവർക്കും എന്താ 560 മാർക്ക് കിട്ടലൊക്കെ അത്യാവശ്യം പഠിച്ച ഒരാളെ സംബന്ധിച്ച് 560 മാർക്ക് എന്തായാലും കിട്ടും. അപ്പം അത് കട്ട് ഓഫ് ആയിട്ട് വരില്ല. ഇനി നമ്മൾ പോകുന്നത് മോഡറേറ്റിലേക്കാണ് മക്കളെ. മോഡറേറ്റ് ക്വസ്റ്റ്യൻ 40 എണ്ണമുണ്ട്. ആ 40 എണ്ണത്തിൽ ചില കുട്ടികൾ ചിലപ്പോൾ 10 എണ്ണേ ശരിയാക്കി കാണുള്ളൂ. അപ്പോൾ 10 എണ്ണം ശരിയാക്കിയാൽ 40 മാർക്ക് കൂടെ കിട്ടും. ഈ 560 40 കൂടെ ചേർത്താലോ 600 മാർക്കായിരിക്കും ആ കുട്ടീൻ്റെ ടോട്ടൽ സ്കോർ.
ചില കുട്ടികൾ 20 എണ്ണം ശരിയാക്കും. ഞാൻ 40 എണ്ണത്തിൽ ചിലപ്പോൾ 40 ശരിയാക്കിയവർ കാണും, അപ്പോൾ 720 ആകും. 30 ശരിയാക്കിയവർ കാണും, 20 ശരിയാക്കിയവർ കാണും, 10 എണ്ണം 5 എണ്ണമൊക്കെ ശരിയാക്കിയവർ കാണും. പക്ഷേ നല്ലപോലെ പഠിച്ചൊരു കുട്ടീനെ സംബന്ധിച്ച്, മെനക്കെട്ടൊരു കുട്ടീനെ സംബന്ധിച്ച് ഞാൻ ഒരു 20 ക്വസ്റ്റ്യൻ കറക്റ്റാക്കി എന്നിരിക്കട്ടെ. മോഡറേറ്റിൽ 20 ക്വസ്റ്റ്യൻ കറക്റ്റാക്കിയാൽ 20 ഗുണം 4 80 മാർക്കായി. ഓൾറെഡി ഈസി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ 560, മോഡറേറ്റിലെ 20 എണ്ണം അറ്റൻഡ് ചെയ്ത് 80 കിട്ടി. അപ്പോൾ ടോട്ടൽ ആ കുട്ടീൻ്റെ സ്കോർ എത്ര വരിക മക്കളെ? 640. ഈ വട്ടം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന എൻ്റെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറീൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിൻ്റെ കട്ട് ഓഫ് 640+ ആയിരിക്കും മക്കളെ. ഇറ്റ് ഈസ് മൈ പ്രഡിക്ഷൻ. വെരി ഈസി എല്ലാം അവർ ഫില്ല് ചെയ്യും. കൂടാതെ മോഡറേറ്റിലെ പകുതി ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം എന്താ, ഒരു 640 മാർക്ക് വരും ഏകദേശം. ഈ 640 അഖിൽ സാർ എക്സ്പെക്ട് ചെയ്യുന്ന ജനറൽ കാറ്റഗറീൻ്റെ മാർക്ക്. എന്താ, ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ കിട്ടണം, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ എവിടെങ്കിലുമൊക്കെ, ഇന്ത്യയിൽ എവിടെങ്കിലുമൊക്കെ അഡ്മിഷൻ കിട്ടാൻ 640 വേണം. ഒ ബി സിയിലേക്ക് വരികയാണെങ്കിൽ മക്കളെ ഒരു 620 അല്ലെങ്കിൽ 620 സംതിങ് പ്ലസ് മാർക്ക് വേണം. ഒരു SC/SC വരുമ്പോഴോ ഒരു എന്താ പറയുക, ഒരു 500 സംതിങ്, 500 SC-ക്കാർക്ക് ഒരു 500, 550, ഒരു ST-ക്കാർക്കൊക്കെ ആകുമ്പോഴോ കുറച്ചുകൂടി ഒരു 500 ലെവലിലേക്ക് മാർക്ക് വേണം കേട്ടോ. ഇതൊക്കെ മാറാം, ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ജനറൽ OBC-ക്കാർ ഈ മാർഗിനുള്ളിലുണ്ടോ എന്ന് നോക്കുക. ഇതിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും SC/SC-ക്കാർക്ക് കുഴപ്പമില്ല കേട്ടോ മക്കളെ. കുറച്ചുകൂടെ സീറ്റുകളുമുണ്ട്, കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞാലും അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ വട്ടം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏതാ? 640 മാർക്കാണ്. 640 മാർക്കുള്ളവർ നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് 650 മാർക്കുള്ളവർ ഒക്കെ സേഫ് സോണില്ല, സേഫ് സ്കോറാണ്. അതിന് കുറവ് മാർക്കുള്ളവർ ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യേണ്ട സമയം കൂടാണ് ഈ ഒരു മാസം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ, നമ്മുടെ ഒരു വീഡിയോ വരുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യണോ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളൊരു കാൽക്കുലേഷൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അത് നോക്കുക, അത് കണ്ട് തീരുമാനിക്കുക. റിപ്പീറ്റ് ചെയ്യണോ, വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കണോ, അല്ലെങ്കിൽ MBBS അല്ലാതെ വേറെ ഏതെങ്കിലും എടുക്കണോ, വേറെ എക്സാമുകൾ എഴുതണോ, എയിംസ് നേഴ്സിംഗ് CUT എക്സാമൊക്കെ എഴുതണോ, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അടുത്തൊരു കാര്യം പറയേണ്ടത് മക്കളെ, ഓൾ ഇന്ത്യ റാങ്ക് 26,000, മാക്സിമം ഒരു 27,000 റാങ്ക് വരെ പോകുന്നവർക്കാണ് ഇന്ത്യയിൽ എവിടെങ്കിലും സീറ്റ് കിട്ടുക. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് 10,000 കിട്ടിയോ, സീറ്റ് കിട്ടിയിരിക്കും ഇന്ത്യയിൽ എവിടെങ്കിലും. ഓൾ ഇന്ത്യ റാങ്ക് 15,000 ആണോ, നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെങ്കിലും സീറ്റ് കിട്ടും. ഓൾ ഇന്ത്യ റാങ്ക് 28,000 ആണോ, കിട്ടാൻ പാടാ. ഓൾ ഇന്ത്യ റാങ്ക് 30,000 ആണോ, നിങ്ങൾക്ക് കിട്ടാൻ പാടാ. MBBS കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെയും കിട്ടാൻ പാടാ. 26,000 പോട്ടെ, 27,000 വരെ ഓൾ ഇന്ത്യ റാങ്കുള്ള ഒരു കുട്ടിക്ക് ഇന്ത്യയിൽ എവിടെങ്കിലും MBBS-ന് സീറ്റ് കിട്ടുള്ളൂ മക്കളെ. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതൊന്നും അറിയാത്തവർക്ക് ഞാൻ ആദ്യം മൂലം പറഞ്ഞു തരും, ഇത് മനസ്സിൽ വെക്കും മക്കളെ. ഇനി നമ്മൾ ഓൾ ഇന്ത്യ റാങ്ക് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഇത് അക്യുറേറ്റ് അല്ല, ഇത് ഞാൻ തന്നെ ChatGPT-യും വിക്കിപീഡിയയും ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്ത് ഞാൻ തന്നെ എക്സ്പെക്ട് ചെയ്ത് റേഞ്ച് കൊണ്ടിട്ടെന്നേ ഉള്ളൂ. ഇത് അക്യുറേറ്റ് അല്ല മക്കളെ. 720 മാർക്കുള്ള ഏകദേശം 4-5 പേരുണ്ടെന്നാണ് ഈ ഒരു എന്താ പറയുക, ഒരു ഓൺലൈൻ നമുക്ക് കിട്ടുന്ന വിവരം. 4-5 പേരുണ്ടാവും, 5 റാങ്കിനുള്ളിലായിരിക്കും. 720 ഉള്ളവർ കാണാം. 715 ഉള്ളവർ 5 മുതൽ 15 ഈ റാങ്കിനിടയ്ക്ക് വരും. 710 ഉള്ളവരോ ഒരു 15 മുതൽ 50-നിടയ്ക്ക്. 705 ഉള്ളവർ 50-നും 90-നിടയ്ക്ക്. 700 റേഞ്ച് ഉള്ളവർ 100-നും 250-നും ഇടയ്ക്ക്. 695 ഉള്ളവർ 250-നും 600-നും നമുക്കത് ഓൾ ഇന്ത്യ റാങ്കാ. ഇത് ഓൾ ഇന്ത്യയിൽ കിട്ടാൻ പോകുന്ന റാങ്ക് കേട്ടോ, കേരള റാങ്ക് അല്ല. 690 ഉള്ളവർ ഒരുപാട് കുട്ടികളുണ്ട്, എനിക്ക് മെസ്സേജ് അയച്ചതിൽ ഒരുപാട് കുട്ടികൾക്ക് 690 മാർക്കുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം 600 മുതൽ 1,500 വരെ ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് കേട്ടോ മക്കളെ. 685 ഉള്ളത് ഈ റേഞ്ചിൽ വരും. അങ്ങനെ വരും മക്കളെ. അങ്ങനെ 620 ഉള്ളവരാണ് 25,000 മുതൽ 32,000 ഈ റേഞ്ചിലായിരിക്കും മക്കളെ അവരുടെ മാർക്ക് വരിക. 2024 നീറ്റ് ഉണ്ടല്ലോ, 2024 നീറ്റിൻ്റെ കട്ട് ഓഫ് 650+ ആയിരുന്നു. 2025 നീറ്റിൻ്റെ കട്ട് ഓഫ് 520, 530+ ആയിരുന്നു. 2025 24-ൻ്റെ അത്രയും എളുപ്പമല്ല. അത്രയും എളുപ്പമല്ലാത്തത് കൊണ്ട് നമുക്കൊരു 630 അല്ലെങ്കിൽ 640+ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര എളുപ്പമല്ല 2024 അത്രയും. അതുകൊണ്ട് കുറച്ചുകൂടെ കട്ട് ഓഫ് താഴോട്ട് വരും, 630, 640 ലെവലിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ഏകദേശം റേഞ്ച് മക്കളെ കറക്റ്റ് ആകില്ല. അപ്പം നിങ്ങൾ ഉദാഹരണം ഇപ്പം
ഒരു കുട്ടിക്ക് 650 മാർക്ക് ഓൾ ഇന്ത്യ റാങ്ക്. 650 ആണെങ്കിൽ ആ കുട്ടിക്ക് വരാൻ പോകുന്ന 650 മാർക്കെങ്കിൽ ആ കുട്ടീൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് എവിടെ ആയിരിക്കും വരിക? നിങ്ങളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? 650 ആണെങ്കിൽ 8000-നും 12,000-നും ഇടയ്ക്കായിരിക്കും. നമുക്ക് എടുക്കാം ഒരു 900 എന്ന് എടുത്തോ. 8000-നും 12,000-നും 900 എടുത്തോ. 650 റേഞ്ചിലുള്ളവർക്ക് 900 റാങ്ക് ആയിരിക്കും. 900 റാങ്ക് ഒന്ന് മനസ്സിൽ കരുതി വെക്കുക. 900 റാങ്ക്. ഇനി സാറേ ഓൾ ഇന്ത്യ റാങ്ക് 900 ആണെന്ന് മനസ്സിലായി. ഇതിനെങ്ങനെ കേരള റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യുക? ഓൾ ഇന്ത്യ റാങ്കിൻ്റെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏകദേശം കേരള റാങ്ക് കിട്ടാറുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് ബൈ 10 ചെയ്യുമ്പോൾ ഏകദേശം കേരള റാങ്ക് കിട്ടാറുണ്ട്. ഉദാഹരണം 650 കിട്ടിയ കുട്ടിക്ക് ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങളൊരു 900 ആണെന്നല്ലേ, 9000 ആണെന്നല്ലേ നമ്മൾ കരുതിയേ? 900 അല്ല കേട്ടോ, 9000 ആണെന്നല്ലേ കരുതിയേ? അപ്പം കേരള റാങ്ക് എന്താ വരിക? കേരള റാങ്ക് ഈ 9000/10 ചെയ്താൽ മതി. ആ കുട്ടിക്ക് ഏകദേശം കേരളത്തിലെ റാങ്ക് എത്ര വരിക? 900 ആയിരിക്കും മക്കളെ വരിക. ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങൾക്ക് ഇതിൽ നോക്കി ഓൾ ഇന്ത്യ റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യുക. ഏകദേശം ഒരു റേഞ്ച് മനസ്സിലാക്കി വെക്കുക. അതിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കേരള റാങ്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കേരള റാങ്ക് ഇപ്പം എന്താണെന്ന് മനസ്സിലായി? 900 ആണ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് നമ്മുടെ കീമുണ്ട്, കീമിൻ്റെ സൈറ്റ് ഉണ്ട്. CEEൻ്റെ സൈറ്റാണ് ce.govt.in എന്ന് അടിച്ചു കൊടുത്താൽ മതി. government.in കീമിൻ്റെ സൈറ്റാണ് മക്കളെ. അതിൽ ഓരോ കോഴ്സിനും ലാസ്റ്റ് എടുത്ത റാങ്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 650 കിട്ടിയ കുട്ടീൻ്റെ കേരള റാങ്ക് എത്ര? 900. ഇത് വെറും പ്രഡിക്ഷൻ മാത്രം കേട്ടോ, കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ 800-700-ൻ്റെ ഉള്ളിൽ വരും, ചിലപ്പോൾ 1000 ആകാം, 1100 ആകാം. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത റേഞ്ച് മാത്രമാണ് കേട്ടോ മക്കളെ. അപ്പോൾ 650 കിട്ടിയ കുട്ടീൻ്റെ കേരള റാങ്ക് 900 സാറേ. അപ്പോൾ ഏത് കോളേജാണ് കിട്ടുക? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. ഇതൊക്കെയാണ് ഗവൺമെൻറ് കോളേജുകൾ. GGG എന്നിട്ട് ഗവൺമെൻറ് കോളേജ്. പിന്നുള്ളത് SSS ആണ്, അത് പ്രൈവറ്റ് കോളേജുകളാണ് കേട്ടോ. സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. SS എന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് കോളേജ്. ഓക്കെ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലോ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയിലുള്ളവരുടെ സീറ്റാണ് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ്. ആ ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് ലാസ്റ്റ് അലോട്ട്മെന്റ് കേട്ടോ. നമുക്ക് MBBSന് 3 അലോട്ട്മെന്റ് ഉണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ്, തേർഡ് ഫേസ് അലോട്ട്മെന്റ്. ഈ 3ാമത്തെ ഫേസിലുള്ള ലിസ്റ്റാണ് ഞാൻ തന്നിരിക്കുന്നത്. 3ാമത്തെ അലോട്ട്മെന്റിന്റെ ലിസ്റ്റാണ് മക്കളെ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത്. 3ാമത്തെ അലോട്ട്മെന്റിൽ എന്താണോ റാങ്ക് അതാണ് ലാസ്റ്റ് റാങ്ക്. 3 അലോട്ട്മെന്റ് കൂടെ തീർന്നല്ലോ, അതിലെടുക്കുന്ന റാങ്ക് ആയിരിക്കും ലാസ്റ്റ് എടുത്ത റാങ്ക്. ഓക്കെ, ജനറൽ കാറ്റഗറി ഉള്ള ഒരു കുട്ടീനെ നോക്ക്. ഈ 650 കിട്ടിയ കുട്ടി, ഈ 900 റാങ്ക് ഉള്ള കുട്ടി ജനറൽ ആണെന്നിരിക്കട്ടെ. അപ്പം എന്താ പറ്റുക? 857. ഈ കുട്ടിക്ക് ആലപ്പുഴയിൽ കിട്ടില്ല. കാരണം എന്താ? ഈ 857 വരെയുള്ള കുട്ടീനെ ആലപ്പുഴ എടുത്തിട്ടുള്ളൂ. പക്ഷെ 650 കിട്ടിയ കുട്ടീൻ്റെ റാങ്ക് എത്ര? 900 പറ്റില്ല. 904 എറണാകുളം മെഡിക്കൽ കോളേജ്. ഇവിടെ ആ കുട്ടിക്ക് കിട്ടും. കാരണം 904 വരെയുള്ള കുട്ടീനെ അവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്ക് 900 ആണല്ലോ റാങ്ക്, അപ്പോൾ കിട്ടും. 234 കോഴിക്കോട് കിട്ടില്ല. 852 കൊല്ലം കിട്ടില്ല. കണ്ണൂർ കിട്ടും മക്കളെ. 902 കണ്ണൂർ കിട്ടും. അടുത്ത കോട്ടയത്ത് കിട്ടില്ല, മഞ്ചേരി കിട്ടില്ല, തൃശ്ശൂർ കിട്ടില്ല. അങ്ങനെ എന്താ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തും കിട്ടില്ല. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി? എങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ലിസ്റ്റ് വഴി വേണം മക്കളെ നോക്കാൻ. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മാർക്ക് വെച്ചൊരു ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങളൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത്, ഇതൊക്കെ പ്രഡിക്ഷൻ ആയിട്ട് ഒന്നും കറക്റ്റ് അല്ല. 650 കിട്ടിയ കുട്ടിക്ക് അപ്പോൾ കിട്ടില്ല സാറേ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് ഓൾ ഇന്ത്യ റാങ്ക് NTA തന്നെ റിലീസ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 650 കുട്ടിക്ക് ട്രിവാൻഡ്രം കിട്ടില്ലേ സാറേ, എനിക്ക് കരച്ചിൽ വരിക, ഒന്നും വിചാരിക്കല്ലേ മക്കളെ. ഇത് എൻ്റെ പ്രഡിക്ഷൻ മാത്രം, നമ്മൾ ഒരു എക്സാമ്പിൾ പോലെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത്, ഈ കുട്ടി ജനറൽ ആകുമ്പോഴായി പ്രശ്നം വരിക. ഇനി നോക്കി, ഈഴവ കാറ്റഗറി ആണെങ്കിൽ കുഴപ്പമില്ല. 1026 ഉണ്ട്. നമ്മുടെ കുട്ടിക്ക് 900 ഉണ്ടല്ലോ റാങ്ക്. ഇവിടെ 1026 വരെ എടുത്തിട്ടുണ്ട്. അപ്പം 900 ഉള്ള കുട്ടിക്ക് എന്തായാലും സീറ്റ് അവിടെ കൊടുക്കും. ഇവിടെ 1161 ഉണ്ട്, ആ കുട്ടിക്ക് അവിടെ കൊടുക്കും. ഇവിടെ 2362 ഉണ്ട്, കുട്ടിക്ക് അവിടെ കിട്ടും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 475 വേണം, അവിടെ കുട്ടിക്ക് കിട്ടില്ല. കാരണം കുട്ടിക്ക് 900 അല്ലേ. എല്ലായിടത്തും കിട്ടും മക്കളെ, എല്ലായിടത്തും കിട്ടും. ഇവിടെ കിട്ടില്ല, കിട്ടും. ഇവിടെ കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? എങ്ങനെ നോക്കാന്ന്? മുസ്ലിം കാറ്റഗറി ആകുമ്പം മുസ്ലിം, ഈഴവ, ബാക്ക്വേഡ് വലിയ വ്യത്യാസമൊന്നും കാണില്ല. ഒരു 100 റാങ്കിനൊക്കെ വ്യത്യാസമേ വരുള്ളൂ. SC/SC വരുമ്പോൾ നോക്കിക്കോ മക്കളെ. SC/SC EWS കാറ്റഗറി. SC വരുമ്പോൾ നോക്ക് മക്കളെ. SC കാറ്റഗറി നോക്ക് മക്കളെ. ഇവിടെ നോക്ക് 11,000, 15,000,
ആ റാങ്ക് 15,000 റാങ്ക് ST-കാർക്ക്, SC കാറ്റഗറിയിലുള്ളവർക്ക് 15,000 കേരള റാങ്കാണ് കേട്ടോ. ഇതൊക്കെ കേരള റാങ്കാ, ഇതൊക്കെ കേരള റാങ്കാ. കേരളത്തിൻ്റെ കോളേജുകളുടെ ലിസ്റ്റല്ലേ, അവിടെ കേരള റാങ്കേ വരുള്ളൂ. നമ്മൾ സ്കോർ വെച്ച് ഓൾ ഇന്ത്യ റാങ്ക് കണ്ടുപിടിക്കുന്നു, അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കേരള റാങ്ക് കിട്ടും. ആ കേരള റാങ്ക് ബേസിലാണ് ഇവിടെ നടക്കുക. അപ്പോൾ SC കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക് കേരള റാങ്ക് 15,000, കേരള റാങ്ക് 15,000 ആണെങ്കിൽ തന്നെ എന്ത് കിട്ടും? ഈ കേരളത്തിൽ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് MBBS-ന്. ഇനി ST കാറ്റഗറിയുള്ള ഒരു കുട്ടിയാണെങ്കിലോ, നോക്ക്, ST കാറ്റഗറിയുള്ള കുട്ടിയാണെങ്കിലോ 20,000, 20,000, 20,000, 24,000, കണ്ടോ, 24,000, 24,000 വരെ കേരള റാങ്കുള്ള കുട്ടിക്ക് എന്ത് കിട്ടും? ST കാറ്റഗറിയുള്ള കുട്ടിക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടും മക്കളെ. അപ്പം ഇതാ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ഇതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടിക്ക് ഒരു 900-ന് താഴെ റാങ്ക് വേണം, കേരള റാങ്ക്, എന്നാലേ കിട്ടുള്ളൂ. ഇനി OBC പറയുമ്പോൾ ഈഴവ കാറ്റഗറി, ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി, മുസ്ലിം കാറ്റഗറി, വിശ്വകർമ്മ കാറ്റഗറി, ലാറ്റിൻ കാത്തലിക് കാറ്റഗറി, ക്രിസ്ത്യൻ കാറ്റഗറി, എല്ലാവരും OBC-യിലാണ് വരിക. ക്രിസ്ത്യൻ കാറ്റഗറി ജനറലാണ് വരിക, സോറി. അല്ലാത്തവരൊക്കെ OBC-യിലാണ്. ഈഴവ, വിശ്വകർമ്മ, വീരശൈവ, പിന്നെന്താ, അങ്ങുള്ള മുസ്ലിം, അങ്ങുള്ള സമുദായങ്ങളൊക്കെ OBC-യിലാണ് വരിക മക്കളെ. അവർക്ക് ഏകദേശം നോക്ക് മക്കളെ, അവർക്ക് ഏകദേശം എത്ര വരേണ്ടത്? 2022, 2022 ഒക്കെ അവർ എടുത്തിട്ടുണ്ട്. 2,300-നുള്ളിൽ റാങ്ക് വരണം. കേരള റാങ്ക് 2,300-ന്റെ ഉള്ളിൽ വരണം. അടുത്ത SC കാറ്റഗറി ആണെങ്കിലോ മക്കളെ 15,000-ന്റെ ഉള്ളിൽ വന്നാൽ മതി കേരള റാങ്ക്. ST കാറ്റഗറി ആണെങ്കിലോ 24,000-ന്റെ ഉള്ളിൽ വന്നാൽ മതി കേരള റാങ്ക്. ഇതൊക്കെ കേരള റാങ്കാണ് ഞാൻ പറഞ്ഞത്, ഓൾ ഇന്ത്യ റാങ്ക് അല്ല. ഇതൊക്കെയാണ് കഴിഞ്ഞ വട്ടം നടന്നപ്പോൾ ഉള്ള അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. ഈ വട്ടം സീറ്റ് കൂടിയിട്ടുണ്ട്, റാങ്ക് കുറച്ചുകൂടെ കയറും, കുറച്ചുകൂടെ ആൾക്കാരെ എടുക്കാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ മക്കളെ. ഈ 900 എന്നുള്ളത് ചിലപ്പം 1000 ആകും, ഈ 2,300 എന്നുള്ളത് ചിലപ്പോൾ 2,500 ആകും, 15,000 എന്നുള്ളത് ചിലപ്പോൾ 17,000 ആകും, 24,000 എന്നുള്ളത് 25,000 ആകും. കുറച്ചുകൂടെ സീറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ അലോട്ട്മെൻറ്റ് കുറച്ചുകൂടെ വിളിക്കും, കുട്ടികളെ കുറച്ചുകൂടെ എടുക്കും. ഓക്കെ, ഇത് കേരള റാങ്ക് ബേസാണ് മക്കളെ, ഇത് ഓൾ ഇന്ത്യ റാങ്ക് അല്ല. കേരള റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ഓൾ ഇന്ത്യ റാങ്ക് ബൈ 10 കേരള റാങ്ക്. ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടിക്ക് 9,000 എന്ത് 900 ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശം 10,000, 15,000-ന് അടുത്ത് വന്നാലും പ്രശ്നമൊന്നുമില്ല. ഇതെന്താ 23,000 ആയിരിക്കണം. ഇതെന്താ 15,000 എന്ന് പറയുമ്പോഴോ, SC കാറ്റഗറിയിൽ 15,000 എന്ന് പറയുമ്പോഴോ ഓൾ ഇന്ത്യയിൽ എന്താ വരിക? 1.5 lakh. ഓൾ ഇന്ത്യയിൽ എന്താ വരിക? 1.5 ലക്ഷത്തിനുള്ളിൽ വരണം. SC കാറ്റഗറിക്ക് 24,000 എന്ന് പറയുമ്പോഴോ ഓൾ ഇന്ത്യ റാങ്ക് എന്താ വരിക? 2.4 lakh വരും. അപ്പം നിങ്ങളൊരു SC കാറ്റഗറി ഉള്ളൊരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക്, SC-കാർക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1.5 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കേരള റാങ്ക് 15,000-ൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ. നിങ്ങൾ ST കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് 2.5 ലക്ഷത്തിനുള്ളിലാണെങ്കിൽ കേരള റാങ്ക് വരുമ്പോൾ 25,000-നുള്ളിൽ വരും, നിങ്ങൾക്ക് MBBS സീറ്റ് കിട്ടും. ഓക്കെ, ഇത്രയാണ് മക്കളെ നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻ, അതൊന്നും അക്യുറേറ്റ് അല്ല. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് എനിക്ക് സമാധാനിക്കാൻ ഒരു ഐഡിയ ഉണ്ടാക്കി തരാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഇനി സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ എടുക്കുന്നത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് കേട്ടോ. വാളയാറുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജ് എടുക്കുന്നത് 1841 10,841 കേരള റാങ്ക് ആരാ? ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക് 10,000-നുള്ളിൽ അല്ലെങ്കിൽ 11,000-ൻ്റെ ഉള്ളിൽ കേരള റാങ്ക് വന്നാലും അവർക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ സീറ്റ് കിട്ടും കേട്ടോ. ബാക്കിയുള്ള OBC ആകുമ്പോൾ ഒരു 12,000, 13,000 വരും. OBC ആകുമ്പോൾ കണ്ട മക്കൾ ഒരു 12,000 ഒക്കെ വരുന്നുണ്ട്. പിന്നെന്താ, ഒരു SC SC-യിലേക്ക് വരുമ്പോൾ ഒരു 17,000, 18,000 അവർക്കൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ST കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 29,000 ഉണ്ട്. 30,000 റേഞ്ചിൽ 30,000 വരെ ഓൾ ഇന്ത്യ റാങ്ക് ഉള്ളവർക്ക് ST-യിൽ പ്രൈവറ്റിൽ കിട്ടും അഡ്മിഷൻ. SC-യിലാകുമ്പോഴോ ഒരു 18,000, 19,000 റേഞ്ചുള്ളവർക്ക് SC-യിൽ കിട്ടും. OBC ആണെങ്കിൽ ഒരു 12,000, 13,000-നുള്ളിലുള്ളവർക്ക് OBC ഉള്ളവർക്ക് പ്രൈവറ്റിൽ കിട്ടും. ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒരു 10,000, 11,000-നുള്ളിൽ വരണം. ഓക്കെ, ഇതാണ് മക്കളെ പ്രൈവറ്റിൻ്റെ കണക്കെന്ന് ചോദിച്ചാൽ. ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് ആയിക്കോട്ടെ, അവിടെ ടോട്ടൽ സീറ്റിൽ 85% സീറ്റും സ്റ്റേറ്റ് കോട്ടയിലുള്ള കുട്ടികൾക്ക്, അതായത് കേരളത്തിലുള്ളൊരു കോളേജാണല്ലോ കോഴിക്കോട് കോളേജ്.
അവിടുത്തെ 85% സീറ്റ് ആ കേരളത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അതിൽ 15% സീറ്റ് ഒഴിച്ചിടും. എന്താ? വേറെ സംസ്ഥാനത്തു നിന്ന് കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ. വേറെ സംസ്ഥാനത്തു നിന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്നത് ഏത് വഴിയാ? ഓൾ ഇന്ത്യ കോട്ടയിലാണ്. 85% സ്റ്റേറ്റിലെ കുട്ടികൾക്ക് സ്റ്റേറ്റ് കോട്ടയാ, ബാക്കി 15% പുറത്തുനിന്നുള്ള കുട്ടികൾക്ക്, അതാണ് ഓൾ ഇന്ത്യ കോട്ട എന്ന് വിളിക്കുക. ഇനി തമിഴ്നാട് എടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ്, തമിഴ്നാട് മെഡിക്കൽ, ചെന്നൈ മെഡിക്കൽ കോളേജ്, അവിടെ 85% അവിടെ തമിഴ് കുട്ടികൾക്കുള്ളത്, അവിടെ ജീവിക്കുന്ന തമിഴ്നാട്ടിലുള്ള കുട്ടികൾക്കുള്ളതാ. 15% പുറത്തുനിന്ന് കുട്ടികൾക്ക് വേണമെങ്കിൽ അവിടെ വന്ന് പഠിക്കുക എന്നുള്ളതാ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുക, കേരള അലോട്ട്മെൻറ്റ് ഇപ്പം വരുമ്പോൾ നമ്മൾ എന്തിനാ അപേക്ഷിക്കുക? ഇതിനപേക്ഷിച്ചിടുക നമ്മൾ സ്റ്റേറ്റ് കോട്ടയിലുള്ള 85% സീറ്റിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുക. ഈ 85% സീറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പുറത്തുള്ള കോളേജിലെ, പുറത്തെ സ്റ്റേറ്റിലെ കോളേജിലെ ഈ 15% നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി പോയിട്ട് അഡ്മിഷൻ നേടി നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ആദ്യം ഓൾ ഇന്ത്യ കോട്ടയിലുള്ള അലോട്ട്മെൻ്റ് ആയിരിക്കും വരിക, പിന്നെ ആയിരിക്കും സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ നിങ്ങൾ ആ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വരുമ്പം തന്നെ നിങ്ങൾ നേരെ മെഡിക്കൽ കൗൺസിലിൻ്റെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വരുമ്പോൾ തന്നെ ഓരോ കോളേജിലെ, ഓരോ സംസ്ഥാനത്തെ ഓരോ കോളേജിലെ ആ 15% വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചിടണം കേട്ടോ. എന്നിട്ട് ആ 15% കിട്ടിയാൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുക. പിന്നെ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് പിന്നെ വരിക. ആ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ എന്തിനാണ് കൊടുക്കുക? ഓരോ കോളേജിലെ 85% വേണ്ടിയാണ് നിങ്ങൾ അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നത്. നിങ്ങൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഏതോ കോളേജിലെ 15% സീറ്റിൽ അഡ്മിഷൻ നേടിയിരിക്കട്ടെ. പിന്നെ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് വിളിക്കും. സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റ് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ അവിടെ നിങ്ങൾ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റിൽ വന്ന് ഏത് കോളേജാണോ കിട്ടിയ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം ഓൾ ഇന്ത്യ കോട്ടയാണ് സാർ, അവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്റ്റേറ്റ് കോട്ടയിൽ, എൻ്റെ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടിയ അഡ്മിഷൻ റദ്ദാകുമോ? ഇല്ല. ഓൾറെഡി നിങ്ങൾ എവിടെയെങ്കിലും ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് സ്റ്റേറ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയാൽ അവിടെ വന്ന് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ മക്കളെ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ഡീറ്റെയിൽസൊക്കെ പിന്നെ പറയാം. ഇത് നോർത്ത് വെച്ചോ. ഗവൺമെൻറ് കേരളത്തിൽ പഠിച്ച ജനറൽ കാറ്റഗറിയിൽ ഒരു കുട്ടിക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ 900 അല്ലെങ്കിൽ ഒരു 1000 കുട്ടിക്കോ ഈ വട്ടം 1000 റാങ്കിനുള്ളിൽ വരണം. കേരള റാങ്ക് 1000 വരണം. പ്രൈവറ്റിൽ പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതെന്താ ഒരു 11,000 റേഞ്ച്, ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടിക്ക് ഒരു 11,000 റേഞ്ചിൽ കേരള റാങ്ക് വരണം. ഓക്കെ, ഇതൊന്ന് മനസ്സിൽ കരുതുക മക്കളെ. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ മാർഗം ഒന്ന് കൂട്ടി നോക്കിയിട്ട് കേരള റാങ്ക് കണ്ടുപിടിക്കുന്നു, ഓൾ ഇന്ത്യ റാങ്ക് കണ്ടുപിടിക്കുന്നു. 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കേരള റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ലിസ്റ്റ് നോക്കുക, എൻ്റെ റാങ്കിനുള്ളിൽ എവിടെയൊക്കെ കയറാൻ പറ്റും നിങ്ങൾ നോക്കുക. BDS, BMS, BHMS, BUMS, BSMS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഇതിനെക്കുറിച്ച് ഡൗട്ടുള്ളവർക്ക് നമുക്കൊരു പ്രത്യേക വീഡിയോ വരുന്നുണ്ട്. നമുക്കിപ്പം MBBS ചെയ്തു എന്നുള്ളൂ. ഓരോ കോഴ്സിൻ്റെ വീഡിയോ നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ ചെയ്യാം കേട്ടോ.